എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ എൻ്റെ പേര് സ്നേഹ. അപ്പോൾ ഞങ്ങളുടെ നാത്തൂന്മാരുടെ ചാനലാണിത്. പുതുതായിട്ട് വന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ട് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടെയുള്ള കഫറ്റീരിയ വീഡിയോസൊക്കെ ഉൾപ്പെടുത്തുന്നതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന്. അപ്പോൾ ഒരുപാട് നല്ല റെസ്പോൺസാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല, ഇനി വരുന്ന വീഡിയോസിൽ അതൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ തന്ന ഫീഡ്ബാക്കിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി. അപ്പോൾ ഇന്നും കുറേ വെറൈറ്റി വിഭവങ്ങളും അതേപോലെ തന്നെ ഈസി വിഭവങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലഞ്ച് കോമ്പോസ് ഒക്കെ കാണിക്കുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് തേങ്ങയൊന്നും ചേർക്കാത്ത വിഭവങ്ങൾ കാണിക്കാമോ എന്ന്. കാരണം എനിക്ക് തോന്നുന്നു പുറമെയൊക്കെ ഉള്ള ആൾക്കാർ വീഡിയോസ് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ നമ്മുടെ തേങ്ങയുടെ അവൈലബിലിറ്റി കുറച്ച് കുറവാണ്. ഇവിടെ അങ്ങനെയായിരുന്നു കേട്ടോ. കുറച്ച് നാളുകളായിട്ടുള്ളൂ നമുക്കിങ്ങനെ എപ്പോൾ ചെന്നാലും കിട്ടുന്ന രീതിയിലൊക്കെ തേങ്ങയൊക്കെ കിട്ടി തുടങ്ങിയത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ലഞ്ച് റെസിപ്പീസാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോസ് ഇഷ്ടമായ ലൈക്കും ചെയ്യുക. അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഇൻട്രോ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. ഓക്കെ. ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം കറിയായിട്ട് മുട്ടക്കറി ഉണ്ട് കേട്ടോ. തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും തന്നെ ചേർക്കാതെ നല്ല തിക്ക് ഗ്രേവിയിൽ നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഒരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള മുട്ടക്കറിയില്ലേ, അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സവാളയും അതേപോലെ തന്നെ കുറച്ച് ചെറിയുള്ളി ചേർത്തു. ചെറിയുള്ളി ചേർക്കാനുള്ള കാരണം എൻ്റെ കയ്യിൽ ഒരുപാട് സവാള ഇരിക്കുന്നില്ലാത്തതുകൊണ്ട് മാത്രം ചേർത്താണ് കേട്ടോ. അപ്പോൾ സവാള വഴറ്റി അതിലേക്ക് ഞാൻ പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ചേർത്തു. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം പൊടികൾ ചേർത്തു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, ഗരം മസാല, ഇത്രയും പൊടികളാണ് കേട്ടോ ചേർത്തത്. ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടങ്ങ് വഴറ്റിയെടുത്തു. അപ്പോൾ ഞാൻ ഈ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് റെസിപ്പി മനസ്സിലാവുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട. നമ്മുടെ ഈ ഒരു ഹോട്ടൽ സ്റ്റൈൽ മുട്ടക്കറിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ വഴറ്റി കഴിഞ്ഞ ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച്, അത് ചൂടുവെള്ളമാണ്, തണുത്ത വെള്ളം ഒരു കാരണവശാലും ഒഴിക്കല്ലേ. അപ്പോൾ ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ചു. എന്നിട്ട് മൂടി വെച്ച് ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലമാവ് ചൂടുവെള്ളത്തിൽ കുറുക്കിയിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഗ്രേവി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും. അപ്പോൾ പലരും ആ വീഡിയോ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കടലമാവിന് പകരം കോൺഫ്ലോർ ചേർക്കാൻ പറ്റുമെന്ന്. കോൺഫ്ലോർ വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ കോൺഫ്ലോറിനേക്കാളും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ളത് കടലമാവ് ആയതുകൊണ്ടാണ് കേട്ടോ കടലമാവ് ചേർത്തത്. എന്നിട്ട് ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട ഒന്ന് വരഞ്ഞ ശേഷം ചേർത്ത് കൊടുക്കുക. അപ്പോൾ കടലമാവ് ചേർത്ത ശേഷം ഒന്ന് നന്നായിട്ട് തിളച്ചാൽ കടലമാവിൻ്റെ പച്ച ടേസ്റ്റ്, ആ ഒരു റോ ടേസ്റ്റ് മാറിയ ശേഷം മാത്രമേ മുട്ട ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഉപ്പ് ചേർക്കുന്ന വീഡിയോ ഇതിൽ നിന്ന് വിട്ടുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ വേണമെങ്കിൽ താളിച്ച് ചേർക്കാം. ഞാൻ ആ വീഡിയോയിൽ താളിച്ച് ചേർക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി താളിക്കൊന്നും ചെയ്തില്ല, അല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് ഈസി പീസായിട്ടുള്ള മുട്ടക്കറി റെഡി ആയില്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലബാർ സ്പെഷ്യൽ ഇതൾ റൊട്ടിയാണ്. അത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പല വീഡിയോസിൽ കണ്ടിട്ട് എനിക്ക് എളുപ്പത്തിലുള്ളതാണെന്ന് കണ്ടിട്ട് തോന്നിയപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1 കപ്പ് നമ്മുടെ കൈമ റൈസ് ഇന്നലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് കുതിർത്തിയ കൈമ റൈസാണ് ഞാനിവിടെ എടുത്തത്, 1 കപ്പ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്തു. അതേപോലെ തന്നെ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇതൾ റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ചിട്ടാണ് ഇത് അരയ്ക്കുന്നത്. വേറെ നമ്മൾ വെള്ളം ഒട്ടും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ തേങ്ങാപ്പാൽ ഒരു 2-ാം പാലിൻ്റെ കൺസിസ്റ്റൻസി ആക്കിയിട്ട് ചേർത്ത് നമുക്ക് ഇതങ്ങ് അരച്ചെടുക്കാം. ഇപ്പോൾ അതാ കണ്ടോ, ഒട്ടും തരിയില്ലാതെ നല്ല കുറുകിയ രീതിയിൽ നമ്മളതങ്ങ് അരച്ചെടുത്തു. അപ്പോൾ ഇത് കുറച്ചുകൂടെ നമുക്കൊന്ന് ലൂസായിട്ട് കിട്ടണേ. ഇപ്പോൾ ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ, അതൊരു ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കണം. അപ്പോൾ ഇത് അരച്ച ഉടനെ തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അല്ലാതെ നമ്മൾ അത് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും വെക്കണ്ട. അപ്പോൾ ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ ആണ് ഇത് എടുത്തിരിക്കുന്നത്. ശരിക്കും നമ്മുടെ സ്റ്റീൽ പ്ലേറ്റ് എടുത്താൽ മതി. എനിക്ക് സ്റ്റീൽ പ്ലേറ്റ് സ്റ്റീമറിൽ വെക്കാനുള്ളത് ഇല്ലാത്തത് കൊണ്ടാണ് ഇതെടുത്തത് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ആവി കയറ്റാൻ വേണ്ടി വെച്ചു. എന്നിട്ട് അതിലേക്ക് ആ ഒരു കയ്യിലിന് 1.5 കയ്യിലാണ് ആദ്യത്തെ നേരം ഞാൻ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അതങ്ങ് ഒഴിച്ച് നമ്മുടെ ആ ഒരു ലെയറായിട്ട് നമ്മുടെ ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്.
ഒരേ ലെവലിന് അധികം കട്ടിയില്ലാത്ത രീതിയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം മൂടി വയ്ക്കാം. ഇനി ഒരു 3 മുതൽ 5 മിനിറ്റ് വരെയുള്ള സമയം നമുക്കൊന്ന് വേവാൻ വേണ്ടി വേണം. അപ്പോൾ അതിന് മുകളിൽ ഭാഗം മാത്രം വെന്തോന്ന് നോക്കിയാൽ മതി. അതിനുശേഷം നമുക്ക് നെയ്യ് പുരട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഇളക്കിയെടുക്കുന്നില്ല, ഇപ്പോഴും നമ്മൾ ആവി കയറ്റിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് നെയ്യ് പുരട്ടിയ ശേഷം അതിന് മുകളിലേക്ക് വീണ്ടും 1.5 ആ ഒരു തവിക്ക് 1.5 അതിൻ്റെ ഒരു അളവ്. ആ ഒരു വട്ടത്തിൽ അത് ഒരു ലെയറായിട്ട് ആ ഒരു അപ്പം പോലെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരളവാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എടുത്തിരിക്കുന്ന കയ്യിലിന് 1.5 കയ്യിലാണ്. അപ്പോൾ അതൊഴിച്ച് വീണ്ടും നമ്മൾ ഒരു ലെയർ കൂടെ ഒഴിക്കുകയാണ്. അപ്പോൾ ഇനി ആ നമ്മുടെ കയ്യിലുള്ള ബാറ്റർ തീരുന്നേടം വരെ ഇതുപോലെ 1.5 കയ്യിൽ വീതം ഒഴിക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു കഴിയുമ്പോൾ മേൽഭാഗം മാത്രം വെന്തിട്ടുണ്ടാവും. അന്നേരം നമ്മൾ നെയ്യ് പുരട്ടി കൊടുക്കുക. അപ്പോൾ നെയ്യ് അത്യാവശ്യം നന്നായിട്ട് പുരട്ടി കൊടുക്കുക കേട്ടോ, എങ്കിലേ നമുക്കിത് അവസാനം വിടിയിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, ഒറ്റ ട്രിപ്പിന് നമ്മളിത് ഫുൾ നമുക്ക് എന്താ പറയുക, നമ്മളുണ്ടാക്കിയ ബാറ്റർ മുഴുവൻ ഒറ്റയടിക്ക് നമ്മളങ്ങ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതല്ലാതെ ഓരോന്നും നമ്മൾ വേവിച്ചിട്ട് പുറത്തെടുക്കുന്ന രീതിയല്ല കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു ഇതിൽ ഒറോട്ടി ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ മാത്രം വെയിറ്റ് ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്കത് മേൽഭാഗം വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ മുഴുവൻ ബാറ്റർ ഒഴിച്ച് എനിക്ക് ഏകദേശം ഇത്രയാണ് കിട്ടിയത്. മുഴുവൻ ഒഴിച്ച് കഴിഞ്ഞ ശേഷം ഒരു 10 മിനിറ്റ് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ആവി കയറ്റിയ ശേഷമാണ് ഞാനത് പുറത്തെടുത്തത് കേട്ടോ. അപ്പോൾ അത് നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള മുട്ടക്കറി റെഡിയായി. ഇതാ കണ്ടോ, ബേക്കിംഗ് ട്രേയുടെ സൈഡിൽ നിന്നൊക്കെ വിട്ടു പോന്നിട്ടുണ്ട്. അപ്പോൾ ആ ട്രെയിൽ നന്നായിട്ട് നെയ്യ് പുരട്ടാനുള്ള കാര്യം വിട്ടു പോകരുത് കേട്ടോ, എങ്കിലേ അതിങ്ങനെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇതാ കണ്ടോ, എല്ലാ റൊട്ടിയും ലെയറായിട്ട് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നന്നായിട്ട് നെയ്യ് പുരട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് വിടിയിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തണുത്ത ശേഷമാണ് നമുക്കതിൽ നിന്ന് വിടിയിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഈസി പീസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ നല്ല മുട്ടക്കറി. ഇത് നമുക്ക് കറികളൊന്നുമില്ലാതെ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. നല്ല മുട്ടക്കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ മട്ടൻ കറിയോ അങ്ങനെയുള്ള എന്തെങ്കിലും നോൺ വെജ് കറികളുടെ കൂടെയാണ് ഇത് കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ ഈ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആയില്ലേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലേ. അപ്പോൾ ഇവിടെ സ്പ്രിംഗ് സീസണിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പ്രകൃതി ഓരോ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. നിറച്ച് ചെറി ബ്ലോസം ഒക്കെ മുട്ടിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ വരും വീഡിയോസിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലഞ്ചിലേക്ക് പോയാലോ. അപ്പോൾ ലഞ്ചിന് നമ്മളിന്ന് തേങ്ങ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ പരിപ്പ് പടവലങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത്. 1/4 കപ്പല്ല 1/3 കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയ ശേഷം അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇരട്ടി വെള്ളം എന്ന് വെച്ചാൽ ആ ഒരു പരിപ്പിന് നിരപ്പിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, ഒരുപാട് വെള്ളം വേണ്ട. കാരണം നമ്മൾ തേങ്ങാപ്പാലൊന്നും ചേർക്കാത്ത തന്നെ ഒരുപാട് വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കുക്കറിൽ ഒറ്റ വിസിലേക്ക് ഏൽപ്പിക്കുന്നുള്ളേ. അപ്പോൾ നിങ്ങൾക്ക് ഈ തുവരപ്പരിപ്പിന് പകരം നമ്മുടെ ചെറുപയർ പരിപ്പ് വേണമെങ്കിൽ എടുക്കാം, അതാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി കുക്കറിൽ വെച്ച് ഒരു വിസിൽ കേട്ട ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആ സമയം കൊണ്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. ഓൾറെഡി ഒന്ന് നന്നാക്കി ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ പടവലങ്ങ ആകെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. ഞാൻ വളരെ കുറച്ച് അളവിനാണ് കേട്ടോ കറികൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതെന്തോ ഒരു അളവെന്ന് പറയാനുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ചെറിയ പടവലങ്ങയായിരുന്നു. അത് കഴുകി വൃത്തിയാക്കി പുറം ഒക്കെ നന്നായിട്ട് ചുരണ്ടിയ തൊലിയൊക്കെ കളഞ്ഞ ശേഷം ചെറുതായിട്ട് നുറുക്കിയെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കറിക്ക് ഇങ്ങനെ പടവലങ്ങ അരിയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതിലേക്ക് ചേർക്കാൻ കുറച്ച് വെളുത്തുള്ളി, 2 അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണ്. ഇത് മുഴുവൻ എനിക്ക് ഇടേണ്ടി വന്നില്ല കേട്ടോ. ഒരു 1.5 വെളുത്തുള്ളിയോളം മാത്രമേ ഇടേണ്ടി വന്നുള്ളൂ. അപ്പോൾ അത് അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ തക്കാളി വേണം. അപ്പോൾ ഇത് അത്യാവശ്യം വലിയ തക്കാളി ആയതുകൊണ്ട് ഒരു തക്കാളി മതിയായിരുന്നു കേട്ടോ. ഇത് അരിഞ്ഞൊന്നും ഇത് എനിക്ക് നഷ്ടമായില്ല. ഇനിയുള്ള അടുത്ത കറിക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഞാനത് മൊത്തത്തിൽ അങ്ങ് അരിഞ്ഞെടുത്ത് വെച്ചെന്നുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ എടുത്ത ഈ ഒരളവിന് എനിക്ക് ഈ ഒരു തക്കാളിയുടെ പകുതി മാത്രമേ കറിയിൽ ചേർക്കേണ്ടതായിട്ട് വന്നുള്ളൂ. അപ്പോൾ തക്കാളി ഞാൻ അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചു. അപ്പോൾ അതാ കുക്കറിൽ നിന്ന് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. ഇതാ കണ്ടോ. അപ്പോൾ പരിപ്പ് ഒരുപാട് വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഒരുപാട് വെന്ത് ഉടയാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഇനി ഈ പടവലങ്ങയും അതേപോലെ തന്നെ തക്കാളിയൊക്കെ ഇട്ട് വീണ്ടും കുക്കറിൽ വിസിൽ കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ പരിപ്പ് കുറച്ചുകൂടെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിക്കോളും.
അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങയും അതേപോലെ തന്നെ പകുതി തക്കാളിയും പിന്നെ ഒരു 3 പച്ചമുളക്, എരിവുള്ള പച്ചമുളകും ഒരു വെളുത്തുള്ളിയും കൂടെ ചേർത്തു നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ചു. ഇനി എത്രമാത്രം നമുക്ക് ഒരു ചാറിൻ്റെ കൺസിസ്റ്റൻസി വേണോ അല്ലെങ്കിൽ എത്രമാത്രം ചാറുകറിയായിട്ട് വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഓൾറെഡി നമ്മുടെ പരിപ്പൊക്കെ വെന്ത് നല്ല ചൂടോടുകൂടി ഇരിക്കുന്നതല്ലേ, അപ്പോൾ അതിലേക്ക് ചേർക്കുന്ന വെള്ളം ചൂടുവെള്ളം ആവുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ഇത് വീണ്ടും വിസിലേൽപ്പിക്കാം. അപ്പോൾ വിസിലേൽപ്പിക്കുമ്പോൾ ഒറ്റ വിസിൽ കേൾപ്പിച്ചാൽ മതി. ഒരുപാട് വിസിൽ കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നിലധികം വിസിൽ കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പടവലങ്ങയൊക്കെ ഒരുപാട് വെന്തുടഞ്ഞു പോകും. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ പടവലങ്ങ പരിപ്പ് കറി അവിടെ കുക്കറിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഞാൻ ബീറ്റ്റൂട്ട് അരിഞ്ഞെടുത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ ബീറ്റ്റൂട്ട് കൊണ്ട് ഇന്ന് ഞാനൊരു ചമ്മന്തി, ഒരു ചട്നിയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണ് ഇത്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെയോ അപ്പത്തിൻ്റെയോ ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ളൊരു ചട്നിയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു സവാളയും ഞാൻ അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒരുപാട് ചെറുതാക്കി അരിയണ്ട, നമ്മളിതെല്ലാം വഴറ്റിയിട്ട് മിക്സിയിലിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്യാവശ്യം ഒരു ക്യൂബ് വലിപ്പത്തിലൊക്കെ നമുക്കങ്ങ് അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ബാക്കി ഉണ്ടാകുന്ന തക്കാളി കൂടെ അരിഞ്ഞെടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പകുതി തക്കാളിയാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു തക്കാളി ബീറ്റ്റൂട്ടിന് വേണ്ടിയിട്ടും അര തക്കാളി നമ്മുടെ പടവലങ്ങ പരിപ്പ് കറിക്കും വേണ്ടിയിട്ടുമാണ് കേട്ടോ മാറ്റി വെച്ചത്. അപ്പോൾ തക്കാളിയും അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം, ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി കൂടി വേണം. അതേപോലെ ഒരു വലിയ എന്താ പറയുക, അല്ലി വെളുത്തുള്ളി കൂടെ എടുത്തിട്ട്, ഒന്നല്ല 2 വെളുത്തുള്ളി കൂടി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചട്നി ഉണ്ടാക്കാനുള്ളതിൻ്റെ എന്താ പറയുക പ്രിപ്പറേഷനിലേക്ക് കിടക്കുകയാണ്. പാൻ അടുപ്പത്ത് വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണമെന്നില്ല കേട്ടോ, ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിലേക്ക് ഉഴുന്ന് പരിപ്പും അതേപോലെ തന്നെ തുവരപ്പരിപ്പുമാണ് ചേർത്തത്. തുവരപ്പരിപ്പിന് പകരം വേണമെങ്കിൽ കടലപ്പരിപ്പും ചേർക്കാം കേട്ടോ. ഇതൊന്ന് മൂത്ത് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് അത് ആ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരുപാട് ചുമക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ടേ, അപ്പോൾ നമുക്ക് അരഞ്ഞ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് അതിൻ്റെ കളറൊന്ന് മാറി വന്നൊന്ന് മൂത്ത് കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് ആ പാനിൽ നിന്ന് അതങ്ങ് കോരി മാറ്റാം. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ ഞാൻ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇളക്കി യോജിപ്പിക്കുകയല്ല, അതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1.5 ടീസ്പൂണോളം നമ്മുടെ ചതച്ച മുളകും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് വീണ്ടും വഴറ്റുകയാണ്. ഒന്ന് വാടി വന്നാൽ മതി, ഒരുപാട് വഴണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടും അതേപോലെ തന്നെ തക്കാളിയും കൂടെ ചേർക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമ്മൾ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വാടി വരണം. നമ്മുടെ ബീറ്റ്റൂട്ടൊക്കെ ഒന്ന് വഴണ്ടി വരണം, എങ്കിലും നമുക്ക് മിക്സിയിൽ അടിച്ച് എന്താ പറയുക, ആ ഒരു ബീറ്റ്റൂട്ടിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അത് വന്നാൽ നമ്മുടെ ചട്നിയുടെ മൊത്തത്തിലുള്ള ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ ആ ബീറ്റ്റൂട്ട് ഒന്ന് വാടി വന്ന് അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നിടം വരെ നമുക്കതങ്ങ് ഇളക്കി യോജിപ്പിച്ച് വഴറ്റാം. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് വഴറ്റി അതിൻ്റെ ബീറ്റ്റൂട്ടൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് നമുക്കതൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ആദ്യമേ നമ്മൾ ഉഴുന്ന് പരിപ്പും അതേപോലെ തന്നെ കടലപ്പരിപ്പും എടുത്ത് വെച്ച് അതേ ബൗളിലേക്ക് തന്നെയാണ് ഇടുന്നത്. കാരണം ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് നമ്മൾ മിക്സിയിൽ അടിക്കാൻ പോകുന്നത്. അപ്പോൾ അത് എടുത്ത് മാറ്റി വെച്ചിട്ട് ഒന്ന് തണുത്ത ശേഷം മിക്സിയിലിട്ട് അടിച്ച് നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ 2 കറി സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പയറെന്ന് വെച്ചാൽ അച്ചിങ്ങയും നമ്മുടെ ഉണക്ക ചെമ്മീനും കൂടി ഒരു മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഞാൻ തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. എനിക്ക് തേങ്ങാക്കൊത്ത് കടിക്കാൻ ഇഷ്ടമുള്ളത് മാത്രം ഇട്ടതാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ഇല്ലാത്ത റെസിപ്പി എന്ന് പറഞ്ഞിട്ട് തേങ്ങാക്കൊത്ത് ഇട്ടത് എന്തെന്ന് വിചാരിക്കേണ്ട, അത് ഒഴിവാക്കി മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ തേങ്ങ മൂത്ത് വന്നപ്പോൾ നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് ചതച്ച് ചേർത്തതാണ്. അരിഞ്ഞ് ചേർക്കുന്നതിനേക്കാളും മെഴുക്കുവരട്ടിയിൽ ഇതേപോലെ ഒന്ന് ചതച്ച് ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും കൂടെ ഇട്ടു. ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കുന്നതിനേക്കാളും ചതച്ച മുളക് ചേർക്കുന്നതാണ് മെഴുക്കുവരട്ടിക്ക് കൂടുതൽ നല്ലതെന്ന് എപ്പോഴും ഞാൻ വീഡിയോയിൽ പറയാറുള്ളതാണ്, എങ്കിലും ഒരിക്കൽ കൂടെ പറയുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീനും കൂടെ ചേർക്കാം.
അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ ചെയ്ത 2-3 വീഡിയോസിൽ സ്ഥിരമായിട്ട് ഉണക്കച്ചെമ്മീൻ്റെ സാന്നിധ്യം കാണാനുണ്ടെന്നറിയാം. നമ്മുടെ കൂട്ടുകാർ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നാണ്. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണക്കച്ചെമ്മീൻ. അതുകൊണ്ട് അത് തീരുന്നേടം വരെ മിക്കവാറും മിക്ക കറികളിലും ഉണക്കച്ചെമ്മീൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടികളും ചേർത്ത് നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചെടുത്ത ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന അച്ചിങ്ങ അല്ലെങ്കിൽ പയർ, ഇവിടെ കിട്ടുന്ന പയർ ഇതാണ്, അതുകൊണ്ടാണ് കേട്ടോ ഇത് ചേർത്തത്. അതിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല. നാട്ടിലൊക്കെ നാടൻ അച്ചിങ്ങയാണെങ്കിൽ കിട്ടും, ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്, ഒരു 3 ടേബിൾ സ്പൂണോളൊക്കെ മാക്സിമം. അത് ചിലപ്പോൾ നാടൻ അച്ചിങ്ങയൊക്കെയാണെങ്കിൽ ചിലപ്പോൾ വെള്ളം പോലും ചേർക്കണം എന്നില്ല. അപ്പോൾ ഇതിന് ഇച്ചിരി വേവ് കൂടുതലുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചത്. അപ്പോൾ അതിങ്ങനെ ചേർത്തിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ചു. ഒപ്പം ഉപ്പും ചേർത്തു. അപ്പോൾ ഇതെല്ലാം അങ്ങനെ ചേർത്തിട്ട് അങ്ങ് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിക്കുകയാണ്. മൂടി വെച്ച് ലോ ഫ്ലെയിമിലിരുന്നത് ഇങ്ങനെ വെന്ത് വന്ന് കഴിയുമ്പോൾ ആ ഒരു ഉണക്കച്ചെമ്മീനും നമ്മുടെ അച്ചിങ്ങയും, ഇപ്പോൾ തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ തേങ്ങാക്കൊത്തും കൂടെ ആകുമ്പോൾ കിട്ടും ടേസ്റ്റാണേ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വെന്ത് വരണം നമ്മുടെ അച്ചിങ്ങ. അപ്പോൾ ഒരു 5-10 മിനിറ്റോളം മതിയായിരുന്നു കേട്ടോ. വെള്ളം കൂടെ ചേർത്താൻ ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല. നമ്മുടെ ഉണക്കച്ചെമ്മീൻ അച്ചിങ്ങ മെഴുക്ക് വരട്ടി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഊണ് ഗ്രാൻഡാണ് കേട്ടോ. തേങ്ങാപ്പാലൊന്നും ഇല്ലെങ്കിൽ പോലും നല്ല ഗ്രാൻഡായിട്ടുള്ളൊരു ഊണാണ്, നല്ല നാടൻ ഊണാണ്. വീട്ടിലൊക്കെ ഉള്ള അല്ലെങ്കിൽ നമ്മുടെ കടകളിലൊക്കെ കിട്ടുന്ന പച്ചക്കറികളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ലഞ്ച് കോംബോയാണ് ഇന്നത്തെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ പടവലങ്ങ പരിപ്പ് കറി ഇനി താളിച്ചുകൂടെ ചേർക്കാനുണ്ട്. അതിനു മുമ്പ് നമ്മുടെ ബീട്രൂട്ട് ചട്നി ഉണ്ടാക്കിയല്ലോ, ആ ചട്നിയിലേക്ക് അവസാനം നമ്മൾ കടുകും അതേപോലെ തന്നെ ഉഴുന്നുപരിപ്പും കുറച്ച് കടലപ്പരിപ്പ് അല്ലെങ്കിൽ തുവരപ്പരിപ്പും 2 കഷ്ണം ചെറിയുള്ളി മതി, അധികമൊന്നും വേണ്ട, 2-3 കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് അതും കൂടെ ചേർക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ അത് കടിക്കാൻ കിട്ടുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒഴിവാക്കാവുന്ന കാര്യമാണ്. പിന്നെ ഞാൻ ഈ ബീട്രൂട്ട് ചട്നി ഇപ്പോൾ ചോറിൻ്റെ കൂടെ കൂട്ടുന്നതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ ലൂസായിട്ടില്ല, നല്ല എന്താ പറയുക തിക്കായിട്ടുള്ള രീതിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ദോശയുടെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് കൂട്ടുന്നതെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ലൂസ് കൺസിസ്റ്റൻസി ആക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഈ ചതച്ച മുളകൊക്കെ ചേർത്തിട്ടുള്ളതിന് അത്യാവശ്യം നല്ല എരിവുണ്ട്. അതേപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ ചെറിയൊരു മധുരമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കിട്ടുമായിട്ടുള്ളൊരു ചമ്മന്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. തേങ്ങയൊന്നും നമ്മൾ അരച്ച് ചേർക്കാത്തതുകൊണ്ട് ഒരു 2-3 ദിവസത്തിൽ കൂടുതൽ ഫ്രിഡ്ജിലാണെങ്കിലും പുറത്താണെങ്കിലൊക്കെ ഇരുന്നോളും, കേടാവത്തേ ഇല്ല. നമ്മുടെ പരിപ്പും അതേപോലെ തന്നെ പടവലങ്ങയൊക്കെ വെന്തു. അപ്പോൾ പരിപ്പ് ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്, ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്നതോടും അത് കുറച്ചുകൂടെയും കൂടും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വെള്ളം ഒഴിച്ചത് കൂടിപ്പോയെന്ന് തോന്നുകയാണെങ്കിൽ തുറന്നു വെച്ചൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. പിന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഈ കറി കുറച്ചുകൂടെ ഒരു തിക്ക് ഗ്രേവി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പാകം നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം എന്താ പറയുക വറ്റിക്കാനായിട്ട്. അപ്പോൾ അതിലേക്കൊന്ന് താളിച്ച് ചേർക്കുകയാണ്. നമ്മൾ കടുകും അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക കുറച്ച് ജീരകം, പരിപ്പ് കറിക്ക് ജീരകം നല്ലൊരു ഫ്ലേവർ തരും കേട്ടോ. അപ്പോൾ നമ്മൾ സാദാ ജീരകം, വറ്റൽമുളക്, കറിവേപ്പില, ചെറിയുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ചുവന്ന കളറും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കില്ല. അപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി അഥവാ നിങ്ങൾ മഞ്ഞൾപ്പൊടി ചേർക്കാൻ കുറഞ്ഞു പോയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മഞ്ഞൾപ്പൊടിയും താളിച്ച് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു കളറ് കിട്ടും കേട്ടോ. അപ്പോൾ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്തു, അതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു പരിപ്പ് കറിയുടെ മുകളിലേക്ക് അതങ്ങ് ഒഴിക്കുമ്പോൾ ഉള്ള ഒരു കളറൊക്കെ ഉണ്ടല്ലോ, ഒരു പ്രത്യേക ഒരു, പിന്നെ കാശ്മീരി ചില്ലി മൂപ്പിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും അത് തരുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ചേർത്തു നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പടവലങ്ങ പരിപ്പ് കറി റെഡിയായി കഴിഞ്ഞു. തേങ്ങാപ്പാലൊന്നും ഇല്ലെങ്കിൽ പോലും നല്ല കിടുവാണ്. നമ്മൾ തേങ്ങ ചേർത്തിട്ടുള്ള പടവലങ്ങ പരിപ്പ് കറി ഇതിന് മുമ്പ് ചാനലിൽ കാണിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് തേങ്ങയൊക്കെ ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് നോക്കി ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ആയിട്ട് നല്ല നാടൻ ഊണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറികളാണ് ഇതെല്ലാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു 1/4 മണിക്കൂർ മാക്സിമം മതി ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നല്ല ചോറും നമ്മുടെ ബീറ്റ്റൂട്ട് ചട്നിയും അതേപോലെ തന്നെ പടവലങ്ങ പരിപ്പ് കറിയും ഉണക്കച്ചെമ്മീനും അച്ചിങ്ങയുടെ ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയും ഇതിനേടെ എന്ത് വേണം അല്ലേ, കിട്ടുവാണ്. നിങ്ങളെല്ലാവരും ഈ ഒരു കോംബോ ട്രൈ ചെയ്ത് നോക്കട്ടോ. ബീട്രൂട്ട് പച്ചടിയും അല്ലെങ്കിൽ കിച്ചടിയും ഒക്കെ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ തോരനോ പൊരിയലൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ചട്നി അധികം ആരും ഉണ്ടാക്കി കാണാനിടയില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള റെസിപ്പീസ് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന റെസിപ്പീസൊക്കെ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മടിക്കണ്ട കേട്ടോ.
അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ലഞ്ച് കോംബോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വിഭവങ്ങൾ നമ്മുടെ ചാനലിലൂടെ ഇതിന് മുമ്പും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടും പരിചയപ്പെടുത്താനുണ്ട്. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. അതുവരെ ബൈ.